സാധാരണഗതിയിൽ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ബി ഫാസ്റ്റ് എന്നാണ് പറയുക. അതായത് സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം. അതൊരു കാരണമാണ്. അതിനെ ചുരുക്കിയിട്ടാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബാലൻസ്. അപ്പോൾ നമുക്ക് ബാലൻസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, നമ്മൾ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവുക, വീഴാൻ പോവുക, കള്ള് പിടിച്ച പോലെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ബാലൻസിൻ്റെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതൊരു അടയാളമാണ്. പിന്നെ ബി ഇ ഐ, പിന്നെ വിഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, കണ്ണ് രണ്ടും കാണാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കാണാതിരിക്കുക, കണ്ണ് കോടി പോവുക, അടഞ്ഞു പോവുക, അങ്ങനെ ഐ പ്രോബ്ലം, അങ്ങനെ ബി ഇ ഐ. പിന്നെ ഫാസ്റ്റ് ഫേസ്, മുഖം കോടി പോവുക, കോടിയ പോലെ കുറച്ചുണ്ടാവുക, മുള്ളു കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിന് ഫേസ് വന്നു. പിന്നെ എ ആണ് ഫാസ്റ്റിൽ എ. ആം എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വീണ് പോവുക, അല്ലെങ്കിൽ കൈയിൻ്റെ പ്രവർത്തനം ഇല്ലാണ്ടാവുക ഏതെങ്കിലും ഒരു കൈയിനെ. ഇപ്പോൾ പിന്നെ എസ്, അത് സ്പീച്ചാണ്. അതായത് നമുക്ക് വർത്തമാനം പറയാൻ പറ്റാതിരിക്കുക, പറഞ്ഞത് മനസ്സിലാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ തീരെ വർത്തമാനം ഇല്ലാണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഇതാവുക. പിന്നെ ടി എന്ന് പറയുന്നത് ടൈം ടു കോൾ ആംബുലൻസ് എന്നുള്ളതാണ്. ഇതൊരു സിംപിളിസ്റ്റിക് ഇതാണ് കേട്ടോ. അങ്ങനെ തന്നെ ആയിക്കോളൊന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബോധമില്ലാണ്ടായിന്ന് വരും, രണ്ട് കൈയും രണ്ട് കാലും തീരെ ഇളകാതെ ആയിന്ന് വരും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്, ബി ഫാസ്റ്റ്. അതെപ്പോഴും ഓർത്ത് വെച്ചാൽ നമുക്ക് സ്ട്രോക്ക് ഏകദേശമൊക്കെ തിരിച്ചറിയാം.